വൈകുന്നേരമായപ്പോൾ ഞാൻ കല്ലത്താഴത്തും ബസ് കയറി സ്റ്റുഡിയോയുടെ ഫ്രണ്ടിൽ ഇറങ്ങി. അവിടെ നിൽക്കാനായിട്ടോ കുഞ്ഞൻ പറഞ്ഞേ, ആളവിടെ വന്ന് എന്നെ കൊണ്ടുപോയിക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്താ അവിടെ ഞാൻ ചെന്നിറങ്ങിയപ്പോഴേ ആളോട് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്താ വീട് നോക്കാൻ വേണ്ടി പോയതാണ്. ഇത് അടുത്തായിട്ട് വരും കേട്ടോ കുഞ്ഞൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. പിന്നെ കുഞ്ഞിന് അത്രയും ദൂരം നടക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ നമുക്ക് വണ്ടിയിൽ തന്നെ കാറിൽ തന്നെ പോകേണ്ടി വരും. സ്കൂട്ടി ഉണ്ടായിരുന്നെങ്കിൽ ആൾക്ക് എളുപ്പമായിരുന്നു. പക്ഷേ ആൾക്ക് ഓട്ടിക്കാൻ പറ്റത്തില്ലല്ലോ ഈ ഒരു അവസ്ഥയിൽ. വീട് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ അതങ്ങ് എടുക്കാമെന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. പിന്നെ വഴിയുടെ കാര്യത്തിൽ മാത്രമായിരുന്നു ഒരു ആശങ്ക. കാറ് കയറി വന്നാൽ സൈഡിൽ ഒരു ബൈക്ക് വന്നാൽ പോലും നമുക്ക് സൈഡ് കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ റിവേഴ്സൊക്കെ എടുക്കേണ്ടി വരും. ഒരു കാറൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായാലും റിവേഴ്സ് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ കുഞ്ഞിനൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആൾക്ക് നല്ലൊരു പേടിയുണ്ടായിരുന്നു. എന്നാലും നമുക്ക് എടുക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ ഓണറോട് വിളിച്ച് സംസാരിച്ചപ്പോൾ പിന്നെ ഞങ്ങൾക്കത് എടുക്കാനേ തോന്നിയില്ല. ഞങ്ങൾ ഒറ്റവട്ടേ വിളിച്ചോളൂ കേട്ടോ. അവർ രാവിലെ വിളിക്കാന്ന് പറഞ്ഞിട്ട് അവരും വിളിച്ചില്ല. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ച് ചോദിക്കാനും പോയില്ല. ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. പിന്നെ വരുന്ന വഴിക്ക് ഇതാ നമ്മൾ ഫുഡ് വാങ്ങിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ